ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 2-3 അറിയിപ്പുകളുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും എല്ലാ ആളുകളും കാണുക. പ്രധാനമായിട്ട് പറയാനുള്ളത് റേഷൻ കടയുടെ അവധി ദിനങ്ങളാണ്. നാളെയും മറ്റന്നാളും ഒന്നും റേഷൻ സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. മറ്റൊന്ന് KCBയുടെ പ്രധാന അറിയിപ്പുണ്ട്. 8 പൊതുമേഖലാ ബാങ്കുകളുടെ ചെക്ക് ബുക്കും അതുപോലെ തന്നെ IFSC കോഡ് എന്നിവ മാറുകയാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ ലയനമാണ് അതിന് കാരണം. സ്വർണത്തിന് സമീപകാലത്തെ ഏറ്റവും തകർച്ചയിലേക്കാണ് ഇപ്പോൾ വില നിലവാരം വന്നിട്ടുള്ളത്. ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളുണ്ട്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം പറയുന്നത് പതിവ് പോലെ റേഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകളാണ്. മാർച്ച് മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെയും ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റിൻ്റെയും വിതരണം ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ കിറ്റ് വിതരണം അവസാനിച്ചു എന്നാൽ അറിയിപ്പ് വന്നെങ്കിലും മാർച്ച് വിഹിതങ്ങളുടെ വിതരണം അവസാനിച്ചതായിട്ടുള്ള അവസാന അറിയിപ്പ് വന്നിട്ടില്ല. പക്ഷേ ഇനിയുള്ള തുടർച്ചയായിട്ടുള്ള അവധി ദിനങ്ങൾ കാരണം അത് അവസാനിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. റേഷൻ കടയിൽ ഒരുവിധ ഭക്ഷ്യ സാധനങ്ങളും ഒട്ടുമിക്ക റേഷൻ കടകളിലും സ്റ്റോക്കില്ല. ഭക്ഷ്യവിഹിതങ്ങൾ റേഷൻ കടയിൽ എത്തിയിട്ട് വേണം. അതിനിടക്കാണ് നാളെ പെസഹ വ്യായം കാരണവും അതുപോലെ തന്നെ മറ്റന്നാൾ 2-ാം തീയതി ദുഃഖവെള്ളി കാരണവും റേഷൻ കട അവധിയാണ്. ശനിയാഴ്ച റേഷൻ കട പ്രവർത്തിക്കുന്നതായിരിക്കും. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് 4-ാം തീയതി അവധിയാണ്. അന്ന് തന്നെയാണ് ഈസ്റ്റർ. പിന്നെ തിങ്കളാഴ്ച റേഷൻ കട പ്രവർത്തിക്കുകയും 6-ാം തീയതി പൊതു അവധി. കേരളത്തിൽ ഇലക്ഷൻ പ്രമാണിച്ച് പൊതു അവധിയായതിനാൽ 6-ാം തീയതിയും റേഷൻ കട പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഈ ആഴ്ചയിൽ 6 ദിവസത്തിനുള്ളിൽ 4 അവധികളാണ് വരുന്നത്. അപ്പോൾ റേഷൻ സംവിധാനം ഇനി പൂർണ്ണ തോതിൽ എത്താൻ വേണ്ടി ഇലക്ഷന് ശേഷമുള്ള ബുധനാഴ്ചയോട് കൂടിയിട്ടായിരിക്കും സാധാരണ നിലയിൽ റേഷൻ വിതരണം ആരംഭിക്കാൻ സാധിക്കുക. അതിനു മുമ്പ് 2 ദിവസം ശനി തിങ്കൾ ദിവസങ്ങളിൽ റേഷൻ വിഹിതങ്ങൾ കുറേ ആളുകൾക്ക് ലഭിച്ചേക്കാം. എങ്കിൽ കൂടി ഇതാണ് അവസ്ഥ. അപ്പോൾ ഏപ്രിൽ മാസത്തെ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഇന്നലെ ഔദ്യോഗികമായി ആരംഭിച്ചിരുന്നു. വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം, ഏറ്റവും ചുരുക്കത്തിൽ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഭക്ഷ്യക്കിറ്റ് ലഭിച്ചത്. ഇതുവരെ മാർച്ച് മാസത്തെ റേഷൻ ഭക്ഷ്യക്കിറ്റ് വിഹിതങ്ങൾ വിതരണം ചെയ്യാനുള്ള കിറ്റ് പോലും എൻ്റെ താലൂക്കിലൊന്നും റേഷൻ കടകളിൽ ഇതുവരെ എത്തിയിട്ടില്ല. പൂർണ്ണതോതിൽ വിതരണം ചെയ്യാനുള്ള കിറ്റുകളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കൊന്നും കിറ്റ് വിതരണം റേഷൻ കടക്കാർ തുടങ്ങിയിട്ടില്ല. എല്ലാ നമ്പർ ഈ പോസ്റ്റ് മെഷീനിൽ അവൈലബിൾ ആണെങ്കിലും കിറ്റുകളുടെ സ്റ്റോക്കുകൾ എത്താത്തതാണ് അതിന് കാരണം. അപ്പോൾ ഇതുപോലെയാണ് റേഷൻ വിതരണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നാളെയും മറ്റന്നാളും ആരും റേഷൻ കടയിൽ പോകേണ്ടതില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റു പ്രധാനപ്പെട്ട മാറ്റം നാളെ മുതൽ വരുന്നത് മറ്റു ബാങ്കുകളിൽ ലയിച്ച പൊതുമേഖലാ ബാങ്കുകളുടെ ചെക്ക് ബുക്ക് നാളെ മുതൽ അസാധുവാകുകയാണ്. വിജയ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ദേന ബാങ്ക്, ആന്ധ്ര ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ഓറിയൻ്റൽ ബാങ്ക്, അലഹാബാദ് ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയാണ് ചെക്ക് ബുക്കുകളും അതോടൊപ്പം തന്നെ IFSC കോഡുകളും മാറാൻ പോകുന്നത്. ഈ 8 ബാങ്കുകളും മറ്റുള്ള ബാങ്കുകളിൽ ലയിക്കുകയാണ് നാളെ മുതൽ. ഇതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഈ ബാങ്കുകളിൽ അക്കൗണ്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്വർണ്ണവിലയിൽ ഇടിവ് വന്നു എന്നുള്ളതാണ്. പവന് 200 രൂപ കുറഞ്ഞ് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് സ്വർണ്ണ വില എത്തിയിരിക്കുകയാണ്. 32,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. 4,110 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് KCB നൽകുന്ന മുന്നറിയിപ്പാണ്. കേരളത്തിൽ പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മുൻകരുതലെടുക്കാൻ വേണ്ടി KCB നിർദ്ദേശിച്ചിട്ടുണ്ട്. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ തന്നെ 94960101 എന്ന എമർജൻസി നമ്പറിലേക്കോ അതാത് സെക്ഷൻ ഓഫീസുകളിലേക്കോ വിളിച്ചറിയിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഡ് വാക്സിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നാളെ മുതൽ പ്രവേശിക്കുകയാണ്. 45 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും നാളെ മുതൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കാം. ഇതിനു മുമ്പ് 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും 45 വയസ്സ് കഴിഞ്ഞ വലിയ രോഗമുള്ള ആളുകൾക്കുമായിരുന്നു കോവിഡ് വാക്സിൻ നൽകിയിരുന്നത്. എന്നാൽ ഏപ്രിൽ 1 മുതൽ 45 വയസ്സുള്ള എല്ലാ പൗരന്മാർക്കും
ഈ ഒരു കോവിഡ് വാക്സിൻ്റെ വിതരണം നടക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ നിന്നും തിരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിൽ നിന്നും കോവിഡ് വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായിട്ടും സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ ഒരു ഡോസ് വാക്സിന് 250 രൂപയായിട്ടുമായിരിക്കും ഇതിൻ്റെ ഒരു വിതരണം നടക്കുക. കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞ ആളുകൾ രക്തദാനം ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. കോവിഡ് വാക്സിൻ എടുത്ത് 28 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് വാക്സിനും എടുത്ത ശേഷം 1 മാസത്തിന് ശേഷമേ രക്തദാനം ചെയ്യാൻ പാടുള്ളൂ.